ബിഗ് ബോസ് മലയാളം സീസൺ 7 68ാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാബുമോൻ. ബിഗ് ബോസ് മലയാളം സീസൺ 1 ടൈറ്റിൽ വിന്നറായ സാബുമോൻ, തരികിട സാബു, അദ്ദേഹം ബി ഹൗസിനകത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഇന്നലെ നടന്ന സീക്രട്ട് ടാസ്കിന്റെ അവസാനമായിരുന്നു സാബുമോൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പല പരിപാടികളും, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, ഇടപെടലുകൾ, അത് ചില ആൾക്കാർക്കൊക്കെ അല്പം ബോധവൽക്കരണത്തിനും ചിലരെയൊക്കെ അല്പം മാനസികമായി തളർത്തുന്നതിനും കാരണമായി തീർന്നു. അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ആയി മാറിയത്. അതുമാത്രവുമല്ല, ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഈ മോർണിംഗ് ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോയതിനു ശേഷം സാബുമാൻ അദ്ദേഹത്തിന്റെ കരിയർ ഏത് രീതിയിലാണ് ഈ ഒരു ഫെയിം വെച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത്, ഇനി ഈ സീസൺ 7 നിന്നും പുറത്തു പോകുന്ന വ്യക്തികൾ എന്ത് മര്യാദകളായിരിക്കണം പാലിക്കേണ്ടത്, അവരുടെ കരിയറിന് വേണ്ടി ഏത് രീതിയിലായിരിക്കണം അവർ പണിയെടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം, തുടർന്ന് അതിനോടുള്ള ബന്ധത്തിൽ അവർക്ക് ചോദ്യങ്ങളും ചോദിക്കാം. ഇങ്ങനെ ഒരു സെഷനായിരുന്നു വെച്ചിരുന്നത്. സാബുമോൻ തന്റെ അനുഭവങ്ങളൊക്കെ വളരെ ഗംഭീരമായി അവതരിപ്പിച്ചു. അവസാന സമയത്ത് പല ആൾക്കാരും പല ചോദ്യങ്ങളും ചോദിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് അനീഷ് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഈ ടാസ്കുമായി ബന്ധപ്പെട്ട ചോദ്യമേ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം അസ്ഥാനത്തുള്ളതായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ചോദ്യം ബിഗ് ബോസിൽ മത്സരിക്കുവാൻ വേണ്ടി കോമണർ കണ്ടസ്റ്റൻസ് ആയിട്ട് 5 ആൾക്കാരെയെങ്കിലും മിനിമം കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഈ അഭിനയ രംഗത്തുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവരുന്നത്? അതുകൊണ്ട് അവർ ഈ വീട്ടിൽ അഭിനയിച്ചു നിൽക്കുകയാണ്. ഒരു ക്യാരക്ടർ പിടിച്ചാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപാടി ശരിയല്ല. അതിന് തുടക്കത്തിൽ തന്നെ സാബുമോൻ പറയുന്നുണ്ട്, ഈ ഒരു ചോദ്യം ശരിക്കും ഇവിടെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമല്ല. കാരണം ഈ ടാസ്കുമായിട്ട് ഇതിന് ബന്ധമുള്ളതല്ല. അതിന് ഞാൻ മറുപടിയും പറയില്ല. പക്ഷേ അനീഷ് വിടുന്നില്ല. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷിനോട് വ്യക്തിപരമായി താൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് കയറി ഉടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ സാബുമോൻ പറയുന്നുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടി വരുന്ന ടീച്ചർമാർ, അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും BEd ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഈ BScയും BEdും ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ കൂടുതലും ടീച്ചേഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ഉടനെ അനീഷ് അതൊരു മുട്ടാപ്പോക്ക് മറുപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും അവിടെ സംസാരമായി, ബഹളമായി. അനീഷിനോട് ഷാനവാസ് തട്ടിക്കയറുന്നുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു മറുപടി സാബുമോൻ കൊടുക്കുന്നുണ്ട് ഷാനവാസിന്. ഈ ആകാശത്തു കൂടി പറന്നു പോകുന്ന കിളിയെ ഏണി വെച്ച് കയറി പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്, അത് എനിക്കുള്ള കിളിയാണ്. ഇത് പറഞ്ഞിട്ട് അയാൾ സ്മോക്ക് റൂമിലേക്ക് പോവുകയാണ്. പക്ഷെ അനീഷ് വിടുന്നില്ല. ഞാൻ ചോദിക്കാനുള്ളത് ഏത് കൊലക്കൊമ്പന്റെ മുഖത്ത് നോക്കിയാണെങ്കിലും ചോദിച്ചിരിക്കും, മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ. പിന്നെ ഭയങ്കര ബഹളം അവിടെ നടക്കുകയാണ്. കുറെ നേരത്തോളം അനീഷിന്റെ പ്രകടനമായിരുന്നു. ലൈവ് കണ്ട ആൾക്കാർക്കറിയാം, 1 മണിക്കൂറിനടുത്ത് ഈ പ്രശ്നം അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അനീഷ് എന്ന മത്സരാർത്ഥിക്ക് മറ്റുള്ള പല ആൾക്കാർക്കും ഇല്ലാത്ത ഒട്ടനവധി ഗുണങ്ങളുണ്ട്. അയാൾ ഗോസിപ്പുകൾ പറയുന്ന ആളല്ല, കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഒരാളല്ല. ആ വീട്ടിൽ ജയിക്കുവാൻ വേണ്ടി അയാൾ വലിയ വലിയ ഉടായ്പകളൊന്നും കാണിക്കാറില്ല. അങ്ങനെ വളരെ മാന്യനായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുവാൻ വേണ്ടി നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കുവാൻ അദ്ദേഹത്തിന് അറിയാം. ഓരോ ദിവസവും രാവിലെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഔട്ട് എങ്ങനെ പുറത്തു പോകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തത അനീഷിനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനീഷ് വളരെ സൗമ്യമായ ഭാഷയിൽ തുടങ്ങി ഒടുവിൽ വലിയൊരു ബഹളത്തിൽ കൊണ്ടുവന്നെത്തിച്ച് ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അതിൽ അനീഷ് വളരെ വിദഗ്ധനാണ്. ആരോ ട്രെയിൻ ചെയ്തു വിട്ടതുപോലെ താനിവിടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാബുമോൻ പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് വരാം. എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇതിനെക്കുറിച്ച് ഞാൻ രാവിലെ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് അനീഷ് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് PR വർക്കേഴ്സ് കണ്ടമാനം കമന്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും തെറിവിളി നടന്നില്ല, അതിനകത്ത് ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അനീഷിന്റെ ചില പ്രവർത്തികൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതിന്റെ അടിയിൽ വന്ന് പൂരത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആറ്റിൽ കുളിച്ചാൽ വെളുപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെറിയാണ് എന്നെ വിളിച്ചത്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ ഒത്തിരി വിളിച്ചു. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കുറെ ആൾക്കാർ പച്ചത്തെറി തന്നെ വിളിച്ചു. നമുക്ക് ഈ സാധാരണ ഐഡിയും PR വർക്കേഴ്സിന്റെ ഐഡിയും തമ്മിൽ കണ്ടാൽ അറിയാം. സാധാരണ ഐഡികൾക്ക് പലതിനും നല്ല പഴക്കം ഉണ്ടാകും. പക്ഷേ എനിക്ക് തെറി വിളിച്ചുകൊണ്ടും എനിക്ക് മോശമായിട്ടുള്ള കമന്റ് ഇട്ടുകൊണ്ടും പ്രതികരിച്ച ആൾക്കാർക്കൊക്കെ 3-4 മാസത്തെ പഴക്കം മാത്രമേ ഉള്ളൂ അവരുടെ ചാനലുകൾക്ക്. അതിൽ കൂടി തന്നെ നമുക്ക് PR അണ്ണന്മാരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ തെറിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടു. അവരൊരുപക്ഷെ പ്രതീക്ഷിച്ച് കാണില്ല ഞാൻ അങ്ങനെ അതിനെ തുറന്നു കാണിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കാം ആ വീഡിയോയുടെ കീഴിൽ ആരും തെറി വിളിക്കാൻ വന്നില്ല. ഇന്നും ഞാൻ രാവിലെ അനീഷ് ഈ ചെയ്ത കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. അതിനടിയിലൊക്കെ വളരെ മാന്യമായിട്ടാണ് ആൾക്കാർ പ്രതികരിച്ചത്. ആരും എന്നെ പള്ളു പറയുവാനും തെറി പറയാനും ഒന്നും വന്നില്ല. അതിന് PR അണ്ണന്മാർക്ക് ഒരു നല്ല നമസ്കാരം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. കാരണം എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പണി പാളണ്ട,
വെറുതെ പോകുന്ന നായയുടെ ചെവിയിൽ കയറി പിടിച്ച് കടി മേടിക്കണ്ട എന്ന് പറയുന്നത് പോലെ വിട്ടുകളഞ്ഞതാകാനാണ് സാധ്യത. എന്നിരുന്നാൽ തന്നെയും എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ എന്റെ ഒപ്പീനിയൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുകയാണ്. അനീഷ് ആ ചോദ്യം ചോദിക്കേണ്ടത് ഒരിക്കലും സാബു മോനോടായിരുന്നില്ല. സാബു മോൻ ബിഗ് ബോസിൽ ഒരു ഗസ്റ്റായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലിമിറ്റേഷൻസ് ധാരാളമുണ്ട്. അയാൾക്ക് പറയാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തി തുടക്കത്തിൽ തന്നെ ആ ചോദ്യത്തോട് വളരെ കൃത്യമായ മറുപടി പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷെ അയാളെ വിടില്ല. ശരിക്കും അനീഷ് കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് ബിഗ് ബോസിനോടാണ് ചോദിക്കേണ്ടത്, ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ഇവിടെ അഭിനേതാക്കളെ മാത്രം കൊണ്ടുവരുന്നത്? അതുകൊണ്ടാണ് അവരിവിടെ നല്ല രീതിയിൽ ക്യാരക്ടർ പിടിച്ച് അഭിനയിച്ചു നിൽക്കുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്നത് നേരും നെറിയുമുള്ള കാര്യമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് കുറഞ്ഞ പക്ഷം ഒരു 5 പേരെ കോമണർ ആയിട്ട് ഇതിനകത്ത് കൊണ്ടുവരണം. സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വരട്ടെ. അതിനു പകരം ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരരുത്. അതിനെപ്പറ്റി ബിഗ് ബോസിനോടാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഈ 2 മാസം പിന്നിട്ടിട്ടും നിങ്ങൾ ആ ചോദ്യം ബിഗ് ബോസിനോട് ചോദിക്കാൻ തയ്യാറായിട്ടില്ല. എന്തിനാണ് സാബു മോനോട് അത് ചോദിക്കുന്നത്? അതെ, അതിനകത്തൊരു സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. സാബു മോൻ അതിന് ഈ പറയുന്ന രീതിയിൽ മറുപടി പറയില്ല എന്നും അനീഷിനറിയാം. കാരണം അങ്ങനെ പറയാൻ അയാൾക്ക് പറ്റില്ല. ഇനി പോട്ടെ, സാബു മോൻ അതിനെ ചർച്ചയാക്കാൻ തീരുമാനിക്കുകയാണ്. അതെ, അനീഷ് പറഞ്ഞത് ശരിയാണ്. ബിഗ് ബോസിലേക്ക് സെലിബ്രിറ്റികളെ സെലക്ട് ചെയ്യുന്നതിനോട് ആനുപാതികമായി തന്നെ കോമണർ കണ്ടസ്റ്റൻസിനെയും കൊണ്ടുവരണം. അത് കാണിക്കാത്തത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനോട് സാബു മറുപടി പറയേണ്ടി വരും. കാരണം ഇത് സംസാരിക്കുവാനും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനുമല്ല സാബുവിനെ അവിടേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാളോട് സംസാരിക്കരുതായിരുന്നു അത്. ഇനി അടുത്തൊരു വിഷയം, അനീഷിനെ ഒരു കോമണർ കണ്ടസ്റ്റന്റ് ആയിട്ട് അതിനകത്തേക്ക് ഓഡീഷൻ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അനീഷ് തന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ പറയണമായിരുന്നു. അങ്ങനെ അവിടെ തുറന്നു പറയാനുള്ള ആർജവും ആ സത്യസന്ധതയും കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അനീഷിന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വാതിൽ തുറന്നു കൊടുക്കില്ലായിരുന്നു. കാരണം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്, അല്ലാതെ ഗവൺമെന്റ് സ്ഥാപനമല്ല. ഗവൺമെന്റ് സ്ഥാപനത്തിൽ നമുക്ക് ഈ തുല്യതയ്ക്ക് വേണ്ടിയൊക്കെ പോയി വാദിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളുടെയൊക്കെ മുൻപിൽ പോയിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തോണം, ഇത് കാണുന്നത് മുഴുവനും സാധാരണക്കാരാണ്, അങ്ങനെ സാധാരണക്കാർ കണ്ടു വിജയിപ്പിക്കുന്നത് കൊണ്ടല്ലേ ഈ ഷോ വിജയിച്ചു പോകുന്നത്. എന്റെ കമന്റ് സെക്ഷനിൽ വന്ന് അങ്ങനെ ഒത്തിരി ആൾക്കാർ എഴുതിയിട്ടുണ്ട്, സാധാരണക്കാരായ ഞങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഷോ വിജയിക്കുന്നത്? അനീഷ് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സാധാരണക്കാരെ ആരെയും നിർബന്ധിച്ച് വിളിക്കുന്നില്ലല്ലോ ഈ ഷോ കാണാൻ വേണ്ടി. അതെ, ഈ ഷോ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കാണുന്നത്? ഇതിനകത്ത് ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ 3 സീസൺ മാത്രമേ ആയിട്ടുള്ളൂ സാധാരണക്കാരുടെ പ്രതിനിധി വരുവാൻ തുടങ്ങിയിട്ട്. എന്നാൽ അതിനു മുൻപ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു. ആ സമയത്തും സാധാരണക്കാർ പോയിരുന്നല്ലോ. സാധാരണക്കാർ അതിനകത്ത് കയറിയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും പ്രക്ഷോഭം നടത്തിയിട്ടൊന്നുമല്ല അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് ഒരുക്കിയത്. അവർ സാധാരണക്കാരുടെ പ്രതിനിധികൾ വരട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. ഞങ്ങളുടെ ഒരു പ്രതിനിധി വേണമെന്ന് പറയുമായിരുന്നോ? ആരും പറയില്ല. പക്ഷെ ഇങ്ങനൊരു സംഗതി വന്നു. ആ ഒരു വാതിൽ തുറന്നു കൊടുത്തു. ആ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അകത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും മിനിമം 5 പേരെയെങ്കിലും കയറ്റിയേ പറ്റൂ. ഇത് അനീതിയാണ്. ഞാൻ പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. അത് ഏത് കൊലകൊമ്പനായാലും പറഞ്ഞിരിക്കും. ഏത് കൊലകൊമ്പനാണെങ്കിൽ അവിടുത്തെ കൊലകൊമ്പൻ ബിഗ് ബോസ് ആണ്. ഹേ, നിങ്ങൾ ബിഗ് ബോസിനോട് പോയി പറ. അങ്ങനെ പറഞ്ഞാൽ ബിഗ് ബോസ് എന്തു മറുപടി പറയും എന്നുള്ളത് നമുക്കൂടെ കേൾക്കാമല്ലോ. ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് ലെറ്റർ വായിക്കുവാൻ വേണ്ടി അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴെങ്കിലും അനീഷ് തന്റെ ഉള്ളിലുള്ള ഈ സംശയത്തിന്റെ നിവാരണത്തിന് വേണ്ടി ബിഗ് ബോസിനോട് സംസാരിക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ സാബു മോനോട് കാര്യങ്ങൾ ചോദിക്കുവാൻ ശ്രമിച്ചത് അത് ശരിയായില്ല എന്നാണ് അപ്പോഴത്തെയും ഇപ്പോഴത്തെയും എൻ്റെ അഭിപ്രായം. ഇത് തുറന്നു പറയുമ്പോൾ PR ആണ്, അനുമോളുടെ 16 ലക്ഷത്തിന്റെ PR എടുത്ത PR വർക്കറാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതിൽ ഒരു രസമുണ്ട്. നിങ്ങൾ ഈ കരച്ചിൽ കരയുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം നിങ്ങൾ കരഞ്ഞേ മതിയാവുകയുള്ളൂ. ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്രയോ വീഡിയോകളായിരുന്നു നമ്മൾ ഇട്ടത്. ആ സമയത്ത് ഒലു ക്രിയേഷൻ സൂപ്പറായിരുന്നു. എത്ര ഗ്രൂപ്പുകളിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനീഷിന്റെ PR വർക്കേഴ്സും അനീഷിന്റെ ആൾക്കാരുമുള്ള പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഞാനുണ്ട്. ആ ഗ്രൂപ്പുകൾക്കകത്തൊക്കെ നമ്മുടെ വീഡിയോ നിരന്തരം ഷെയർ ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് എന്നാ അറിയാമോ? ഇവന്റെ വീഡിയോ കാണരുത്, ഈ വീഡിയോ ഒരാൾക്ക് പോലും ഷെയർ ചെയ്ത് കൊടുക്കരുത്, ആ 7 അയലത്തേക്ക് പോയേക്കരുത്. പിന്നെ വേറെ പല ഭാഷകളും പറഞ്ഞുകൊണ്ടാണ് ആ ഗ്രൂപ്പുകളിലകത്തൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കറിയില്ല നമ്മളിതെല്ലാം മൗനമായിട്ട് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. എനിഹൗ, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയും. അത് അനീഷ് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുൻപുള്ള എൻ്റെ പല വീഡിയോകളും എടുത്തു നോക്കൂ. അനീഷിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അനീഷിന്റെ പല നിലപാടുകളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോയ്ക്കകത്ത് ഈ സീസണിലെ എൻ്റെ ഹീറോ അനീഷ് ആണെന്ന് പോലും ഞാൻ തുറന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ നിലപാടുകൾ കണ്ടിട്ടാണ്.
അയാളുടെ രീതികൾ കണ്ടിട്ടാണ്. പക്ഷേ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ അത് തുറന്നു പറയാനുള്ള ആർജവും കൂടി കാണിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ അടിമയായി പോകും. ഇത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, പക്ഷെ കമന്റ് ബോക്സിൽ വന്ന് മെഴുകുന്നത് കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് പോവുകയാണ്. അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ ശ്രമിക്കുക. രണ്ടാമത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. അപ്പോൾ എപ്പിസോഡ് റിവ്യൂയിലേക്ക് പോകാം. രാവിലത്തെ വേക്കപ്പ് സോങ്ങിന്റെ ഡാൻസും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് സാബുമാൻ ക്യാപ്റ്റൻ ആദിലയെ വിളിച്ചു നിർത്തിക്കൊണ്ട് നല്ല മനോഹരമായിട്ടൊന്ന് പൊളിച്ചടുക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. സാബുമാൻ പറയുന്നത്, മുൻപുള്ള എപ്പിസോഡുകൾ, ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ആദില മിണ്ടാതെ നിൽക്കുകയാണ്. അത് ഇങ്ങനെ ഉദിച്ചു വരുന്ന സൂര്യനെ ടി വിയിൽ കാണിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് വീടിന്റെ ആ പൂമുഖം കാണിക്കുന്നു. പിന്നീട് പാട്ടങ്ങോട്ട് മുഴങ്ങുന്നു. എത്ര മനോഹരമായിട്ടാണ് ആ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൂട്ടം അടിവസ്ത്രങ്ങൾ ആ പൂമുഖത്ത് കഴുകിയിട്ടിരിക്കുന്ന ആ കാഴ്ചയാണ് ജനം കാണുന്നതെങ്കിൽ അവരുടെ കൺട്രോൾ പോത്തില്ലേ? ഈ കാഴ്ച കാണുവാൻ വേണ്ടിയല്ല ഒരു പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത്. അടിവസ്ത്രങ്ങളൊക്കെ വാരി കൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ്. എന്നിട്ട് സാബുമോൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്, ബിഗ് ബോസ് വീടിന്റെ വാതിക്കൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അടിവസ്ത്രങ്ങൾ മാത്രം നിരത്തി കഴുകി ഉണങ്ങി കിടക്കുകയാണ്. മൈജി കോർണറിലുള്ള സോഫ, ആ സോഫയിൽ കുറേ തുണികൾ എല്ലാം കൂടി വാരി കൂട്ടിയിട്ടിരിക്കുന്നു. ആര് കൊണ്ടുവന്നിട്ടതാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും സാബുവൻ പറയുന്നുണ്ട്, ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല, അതുകൊണ്ട് നമുക്ക് ക്യാമറ ഇവിടുന്ന് അങ്ങ് മാറ്റിയേക്കാം. അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകരൊന്നും കാണത്തില്ലോ എന്ന് പരിഹസിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് ആദില ഓരോരുത്തരോടും പോയി ചോദിക്കുന്നുണ്ട്, അവിടെ കഴുകിയിട്ട തുണി ആരുടേതാണ്? അവിടെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഇന്നർ വല്ലോ ആണോ? ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കിടന്ന കുറേ വേസ്റ്റ് തുണി എല്ലാം കൂടെ വാരി പാണ്ടക്കെട്ടാക്കിയിട്ട് ഒടുവിൽ സ്റ്റോർ റൂമിനകത്ത് കൊണ്ട് നിക്ഷേപിക്കുന്ന കാഴ്ചയും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ആദില ഈ സന്ദേശം മറ്റുള്ളവരോട് പറയുമോ, അടുത്ത ദിവസങ്ങളിൽ എന്ത് മാറ്റമാണ് അവിടെ വരുത്താൻ പോകുന്നത് എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. തുടർന്ന് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. അവിടെ വെച്ച് സാബുമോൻ തന്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിലേക്ക് വന്നിട്ട് പുറത്തു പോയതിനു ശേഷം തനിക്ക് വേണ്ടി സിനിമയ്ക്കുള്ള ഓപ്പണിങ്ങുകൾ പലതും വന്നതും, വിജയ്ക്ക് ഉൾപ്പെടെ അഭിനയിച്ചതും, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് എന്ന സിനിമയിലേക്ക് വന്നതും, ആ സിനിമ ഓസ്കാർ നോമിനേഷനിലേക്ക് വരെ എത്തിയ കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, തനിക്ക് മറ്റൊരു വ്യക്തിപരമായ ഗുണമുണ്ടായത് തന്റെ അഗ്രഷനൊക്കെ കുറയ്ക്കുവാൻ തനിക്ക് പറ്റി. പല ആൾക്കാർക്കും ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടില്ലായിരിക്കും, എന്നാൽ എന്നെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള അവസരമൊക്കെ എനിക്കുണ്ടായി. ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെയാണ് അയാൾ സംസാരിച്ചു വരുന്നത്. കാരണം 1ാം സീസൺ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഈ തരികിട സാബു എന്ന് പറയുന്ന ആള് ഭയങ്കര ടെററായിരുന്നു, ഭയങ്കര തരികിടയായിരുന്നു. കഴുത്തിലൊക്കെ കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചാരി നിർത്തുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അയാൾ വളരെ മാറിയെന്നാണ് ഇപ്പോൾ താൻ പറഞ്ഞു വരുന്നത്. ഈ സംസാരത്തോടുള്ള ബന്ധത്തിൽ ആര്യൻ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ സിനിമയിലേക്കൊക്കെ നിങ്ങളെ ആൾക്കാർ സെലക്ട് ചെയ്തു എന്ന് പറയുന്നു. അതിന് തക്കവണ്ണമുള്ള എന്ത് ഔട്ട്പുട്ടാണ് നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് കൊടുത്തത്? എന്ത് കണ്ടിട്ടാണ് അവര് നിങ്ങളെ ഈ സിനിമയിലേക്ക് സെലക്ട് ചെയ്തത്? അപ്പോൾ സാബു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ വരുന്ന ഓരോ ടാസ്കുകളും ഓരോ ഗെയിമുകളും, ആ ഗെയിമുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഈ ഗെയിമുകൾക്കകത്തൊക്കെ നിങ്ങളുടെ ടാലന്റ് എന്താണെന്നുള്ളതിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന ടാസ്കുകളാണ്. നിങ്ങളുടെ ബുദ്ധി എത്രത്തോളമുണ്ട്, നിങ്ങളുടെ ശാരീരിക ക്ഷമത എത്രത്തോളമുണ്ട്, നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കൃത്യമായിട്ടും പുറത്തെടുക്കുന്നതാണ് ഈ ടാസ്കുകൾ ഓരോന്നും. അല്ലാതെ തൽക്കാലത്തേക്ക് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം മാത്രമല്ല. ഇതിൽ കൂടിയൊക്കെയാണ് നിങ്ങൾ ആരാണ് എന്നുള്ളതിന്റെ ഒരൗട്ട് പുറം ലോകത്തിന് ലഭിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കരിയറിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. തുടർന്ന് ലക്ഷ്മി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പുറത്തേക്ക് പോയി ക്യാമറ അറ്റൻഷനൊക്കെ അതുണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറ്റൊരു മറുപടിയുണ്ട്. നിങ്ങൾ ഈ ഷോയിൽ കുറേ ദിവസങ്ങൾ നിൽക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണം. പക്ഷേ മുൻപുള്ള പല സീസണുകളിലെയും പല മത്സരാർത്ഥികളും ഇതിനകത്തുള്ള പ്രശ്നങ്ങളുമായിട്ട് പുറത്തേക്ക് പോവുകയും പുറത്ത് അത് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് വളരെ നിലവാരമില്ലാത്ത പരിപാടിയാണ്. ആ പരിപാടിക്ക് നിങ്ങൾ മുതിരരുത് എന്ന് സാബു പറയുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് ഞാൻ മുൻപ് പറഞ്ഞ അനീഷിന്റെ കുറിക്കൊള്ളുന്ന ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ സാബു വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി. കാരണം അയാൾക്കത് മറുപടി പറയാൻ നിർവാഹമില്ല. അയാൾക്ക് ഒഴിഞ്ഞു മാറിയേ മതിയാവുകയുള്ളൂ. അയാളുടെ വായിലൊന്നും ആവശ്യമില്ലാതെ എന്തെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് ബിഗ് ബോസിനോട് കണക്ക് പറയണം. അനീഷ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ബിഗ് ബോസിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി, അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ സാബു അതിനെ തള്ളിക്കളയാൻ ശ്രമിച്ചു. പിന്നെയും അനീഷ് ഇടിച്ചു കയറി ചെന്നിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണുവാൻ സാധിച്ചത്.
അതിനോടുള്ള ബന്ധത്തിൽ ആ വീട്ടുകാർ ഓരോരുത്തരായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ആദിലയും ഷാനവാസും ഒക്കെ പറയുന്നുണ്ട്, ഇവൻ അഭിനയിക്കാനേ അറിയത്തില്ല, നമ്മളൊക്കെ മാത്രമാണ് ഇവിടെ അഭിനയിക്കുന്നത്, ഇവൻ ഇവിടെ അഭിനയിച്ചിട്ടേ ഇല്ല, നല്ല കക്ഷിയാണ്. ഈ സംസാരം കേട്ടുകൊണ്ട് സാബു വീണ്ടും അവിടെ സംസാരിക്കുവാൻ വേണ്ടി വരുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ അനീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്, വന്നു കയറിയ സമയം മുതൽ ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഒരു വിക്ടിം കാർഡ് ഇറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ലൈവ് കണ്ടവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടും, കാരണം എപ്പിസോഡിൽ എല്ലാം ഒന്നും ഉൾപ്പെടുത്തുവാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ വിക്ടിം കാർഡ്, ഒരു സാധാരണക്കാരന്റെ കാർഡ് പലയാവർത്തി നിങ്ങൾ ഇറക്കി കളിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിലും ഞങ്ങൾ സെലിബ്രിറ്റികളാണ് എന്നുള്ള രീതിയിലും ഒരു തരം തിരിച്ച് മാറ്റി നിർത്തൽ ഇവിടെ എപ്പോഴെങ്കിലും അനീഷിനുണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ മറുപടിക്കകത്ത് തന്നെ എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞിട്ട് സാബു അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്താണ് അനീഷ് പറയുന്നത്, നിങ്ങൾ എന്താ അങ്ങ് പോകുന്നേ? എനിക്ക് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയേ പറ്റൂ. ഞാൻ പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. എന്താ നിങ്ങൾ മറുപടി പറയാതെ പോകുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് സാബുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടുന്ന് 3 ആക്ടേഴ്സ് ആണ് എവിക്റ്റ് ആയി പോയത്. എന്തുകൊണ്ടാണ് അവർ എവിക്റ്റ് ആയി പോയത്? അവർക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? നീ പറയുന്നു ഇവിടെ ഞങ്ങൾ എല്ലാവരും അഭിനയിച്ചാണ് നിൽക്കുന്നതെന്ന്. അഭിനയിക്കുന്നതിന്റെ മികവ് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 3 പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ഇതിനകത്തൊന്ന് എവിക്റ്റ് ആയിപ്പോയി? അതിനൊന്നും അനീഷിന് മറുപടിയില്ല. അതങ്ങനെയാണ്. കാരണം പാടത്തിന്റെ വരമ്പത്ത് മീൻ പിടിക്കാനിരിക്കുന്ന കൊക്ക് ഈ വലിയ മീനെ കാണുമ്പോൾ കണ്ണടച്ചു കളയും എന്ന് പറഞ്ഞതുപോലെ ചങ്കിൽ കൊള്ളുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അനീഷ് പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാവും. പക്ഷേ അനീഷിന് ചോദിക്കാനുള്ളത് അത് കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യും, അതിന് മറുപടി കിട്ടുകയും ചെയ്യണം. എന്നാൽ തന്റെ വായിൽ നിന്നൊരു മറുപടി കേൾക്കാൻ വേണ്ടി ഇനി ബിഗ് ബോസ് അല്ല കൊല കൊമ്പന്മാർ വന്നെന്ന് പറഞ്ഞാലും താൻ പറയില്ല. ആ നയം തന്നെ തെറ്റാണല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, പക്ഷെ നിങ്ങൾ എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കാനുള്ള സൗകര്യമില്ല. അനീഷ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. അഭിനയ മികവ് കൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അല്ല, അഭിനയിച്ചു നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? ഒരാൾ അഭിനയിക്കുന്നതും ജെന്യുവിനായിട്ട് മുൻപോട്ട് പോകുന്നതും അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അഭിനയിക്കാൻ പറ്റുമോ? വന്നു കയറി ഒരു 3-4 ദിവസമൊക്കെ അഭിനയത്തിൽ മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷേ സാഹചര്യങ്ങൾ മാറും, പ്രശ്നങ്ങൾ പലതും മുൻപിൽ വരും. ആ സമയത്ത് അറിയാതെ നമ്മുടെ അകത്തു നിന്നും ഈ അഭിനയം എന്ന് പറയുന്ന സാധനം അങ്ങ് പോകും. നമ്മുടെ ജെന്യുവിനായിട്ടുള്ള സാധനം പുറത്തു വരും. ഒരു 100 ദിവസക്കാലമൊക്കെ ആ വീട്ടിൽ അഭിനയിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ കുലപതികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ അതിനകത്ത് കുലപതികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് നാടകം കളിച്ചു മാത്രം അവിടെ തുടരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർ പ്രേക്ഷകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ താൻ എങ്ങനെയാണ് അവിടെ തുടരുന്നത്? ഞാൻ 100% ജെനുവിനാണ്, 916 ആണ്, 10 മാറ്റാണ്. ഇത് പല ആവർത്തി താൻ പറയും. ഞാൻ ജെനുവിനാണോ അല്ലയോ എന്നുള്ളത് എന്റെ പ്രകടനങ്ങൾ കാണുന്ന പ്രേക്ഷകരാണ് പറയേണ്ടത്, അവരാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ ഈ 10 നെല്ലുമെല്ലാം തിരിയുന്ന സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഞാനത് കൂടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കണ്ട. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തങ്ങ് പോയാൽ മതി. പണ്ടൊരാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മത്തി വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളിന് കച്ചവടം കാര്യമായിട്ട് പൊടിപൊടിക്കുന്നില്ല. അത് മറ്റൊരാളിനോട് കംപ്ലൈന്റ് പറയുമ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ മത്തി കച്ചവടം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ നിന്റെ മത്തി വിൽക്കാനല്ല ശ്രമിക്കുന്നത്, അടുത്തിരിക്കുന്നവന്റെ അയില ചീഞ്ഞതാണെന്ന് പറയാനാണ് നീ ശ്രമിക്കുന്നത്. നീ നിന്റെ മത്തിയുടെ മഹത്വം മാത്രം വിളിച്ചു പറ, എന്തിനാണ് അടുത്തിരിക്കുന്നവന്റെ അയില ചീഞ്ഞതാന്ന് പറയാൻ വേണ്ടി പോകുന്നത്? അത് കേൾക്കുമ്പോഴേ നിന്റെ കന്നത്തൊരെണ്ണം പൊട്ടിക്കാൻ ആൾക്കാർക്ക് തോന്നും. അതുകൊണ്ട് തന്നെയാണ് നിന്റെ മത്തി ഓരോ ദിവസവും നിന്റെ കൊട്ടയ്ക്കകത്ത് തന്നെ കിടക്കുന്നത്. അപ്പുറത്തിരിക്കുന്നവൻ കാര്യമായിട്ട് വിൽപ്പന നടത്തി കാശും പോക്കറ്റ് വെച്ച് പോകുന്നത്. അത് പറഞ്ഞപ്പോൾ അയാൾ നന്നായി. അനീഷിന് ഇത്രയുമൊക്കെ കേൾക്കുമ്പോഴെങ്കിലും മാറ്റിപ്പിടിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സൂചനയായിരിക്കും. പക്ഷെ അയാൾ മാറ്റാൻ സാധ്യതയില്ല. ഈ നാടകത്തിൽ തന്നെ അയാൾ മുൻപോട്ട് തുടർന്നും പോകും. കാരണം അയാൾ വന്ന സമയം മുതൽ ഒരു ക്യാരക്ടർ പിടിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അനീഷിന്റെ ഈ സെയിം ക്യാരക്ടറാണ് അയാളുടെ വീട്ടിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ഇറിറ്റേറ്റിംഗ്, ഈ ആവർത്തനം, ഇതൊക്കെയാണ് അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരേ കാര്യം തന്നെ 1000 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന പരിപാടി, അതാണ് അയാളുടെ നാട്ടുകാർ കാണുന്നതെങ്കിൽ അനീഷിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമോ? നാട്ടുകാർ അനീഷിനെ നല്ലവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ അല്ല അവർ കാണുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ വെറുത്തേനെ, അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചേനെ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നല്ല രീതിയിൽ അഭിനയം നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു അഭിനയ കുലപതിയാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം വന്നു കയറിയ സമയം മുതൽ ആ ക്യാരക്ടറിൽ തന്നെ നിൽക്കാൻ നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട്. വീടിനകത്ത് ഈ വിഷയം പിന്നെയും വലിയ പൊട്ടിത്തെറികളിലേക്ക് പോവുകയാണ്. ഓരോ ആൾക്കാരും ചുറ്റിലും കൂടി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളൊരു മീഡിയ പേഴ്സൺ അല്ലേ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ സാധാരണക്കാരനെന്ന് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഏതോ ഒരു പ്രാദേശിക ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു എന്ന് കേട്ടു. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളൊരു എഴുത്തുകാരനാണ്, അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ അക്ബർ വന്ന് പറയുന്നുണ്ട്, ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുള്ള കോമണേഴ്സിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തനാണ്. എത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കോമണർ ഇതിനകത്ത് വന്നിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ ഇയാൾ എങ്ങനെയാണ് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇദ്ദേഹം സാധാരണക്കാരനല്ല, നമ്മളെയൊക്കെ പോലെ തന്നെയാണ് അദ്ദേഹവും. അത് പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങൾ പുള്ളിക്ക് നേരെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊന്നും മറുപടിയില്ല. മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ നടപ്പ് മാത്രം. എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഞാൻ പറയേണ്ടത്, ഞാൻ ചോദിക്കേണ്ടത് ആരുടെയും മുഖത്ത് നോക്കി ചോദിച്ചിരിക്കും. അവർ മറുപടി പറഞ്ഞേ പറ്റൂ. പക്ഷെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പുള്ളി മറുപടി പറയൂല. അടുത്തത് കാണുന്നത് സാബു ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുകയാണ്. ഇടയ്ക്കുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇച്ചിരി ഉയർന്ന സ്ഥലം, അവിടുത്തെ ആ മഞ്ഞ സോഫയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ചർച്ചകൾ നടക്കുകയാണ്. ബിന്നിയോട് സാബു ചോദിക്കുന്നുണ്ട്, എന്റെ ഓപ്പോസിറ്റിൽ കിടന്നത് ആരാണ്? ബിന്നിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതെ, അത് ഞാനാണ്. ബിന്നി നോമിനേഷനിലുണ്ടോ? ഉണ്ട്. എന്തുപറ്റി? സാബുണിന് അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷേ എന്റെ സീസണിൽ എന്റെ ഓപ്പോസിറ്റ് കിടന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എന്റെ ഓപ്പോസിറ്റ് ബെഡിൽ കിടന്ന ആൾക്കാരെല്ലാം ഓരോ ആഴ്ച കഴിയും തോറും എവിക്റ്റ് ആയി പോയിക്കൊണ്ടേയിരുന്നു. എന്റെ ദൈവമേ! അപ്പോൾ സാബു പറയുകയാണ്, പേടിക്കണ്ട, ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റെ ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യമാണ്. എനിക്ക് ഓപ്പോസിറ്റ് കിടന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും എവിക്റ്റ് ആയി പോകുമെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് വീണ്ടും ബിന്നി പറയുന്നുണ്ട്, ഞാൻ കിടക്കുന്നതിന് തൊട്ടപ്പുറത്തൊരു ബെഡുണ്ട്, അവിടെയും ഈ ഒരു പ്രശ്നമുണ്ട്, അവിടെ ആര് വന്നു കിടന്നാലും അവർ പിറ്റേ ആഴ്ച എവിക്റ്റ് ആവുമെന്ന്. അപ്പോൾ സാബു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. സത്യത്തിൽ ഇത്രയും കേട്ടപ്പോഴേക്കും ബിന്നി ഡൗൺ ആയിപ്പോയി കേട്ടോ. ബിന്നിയുടെ മുഖം പിന്നെ തെളിഞ്ഞിട്ടേ ഇല്ല. പല ഗെയിമുകളും ടാസ്കുകളും ഒക്കെ വന്നു. ബിന്നിക്ക് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ ചിരിക്കാനോ പറ്റുന്നില്ല. ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ടെൻഷനുണ്ട്. കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിന്നി ബിഗ് ബോസിനോട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ആഴ്ച ഇവിടെ നടന്ന സംഭവങ്ങളുടെയൊക്കെ ഔട്ട് എങ്ങനെയാണ് പുറത്തു പോയിരിക്കുന്നത്, ആൾക്കാർ എന്താണ് കരുതുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ടെൻഷനുണ്ട്, പുറത്തു പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടെന്നൊക്കെ. ഇപ്പൊ ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. അടുത്തത് സാബുവിന് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ആണ് നടക്കുന്നത്. അതായത് റോസ്റ്റിംഗ് ടാസ്ക് ആണ്. അവിടെയുള്ള ഓരോ ആൾക്കാരുടെയും പ്രകടനത്തെ വിലയിരുത്തുകയും അവരെ റോസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും സാബുവിനെയും റോസ്റ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ റോസ്റ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാബുവിന് നല്ല ഒന്നാന്തരമായിട്ട് വർത്താനം പറയാൻ അറിയാവുന്ന ആളാണ്. എടുത്ത് അലക്കിക്കളയും. അയാൾ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും അവശേഷിക്കത്തില്ല. പക്ഷേ ഇവിടെ കാര്യമായിട്ട് അയാൾ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ അത്ഭുതമായിരുന്നു. വലിച്ചു കീറിയേക്കാനാണ് ബിഗ് ബോസ് അനുവാദം കൊടുത്തത്. എന്നാൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ആരെയും ഡൗൺ ആക്കണ്ട എന്ന് കണ്ടിട്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട്. എങ്കിലും അത്യാവശ്യം കൊട്ടുകളൊക്കെ കൊടുത്തു. ആദ്യമേ അക്ബറിനിട്ടാണ് കാച്ചുന്നത്. അക്ബർ ഒരു നല്ല മനുഷ്യനാണ്. നല്ല തമാശകളൊക്കെ പറയും. പാരഡി പാട്ടുകളൊക്കെ ഉണ്ടാക്കും. നല്ല ഗായകനാണ്. സംഭവം ഒക്കെ ശരിയാണ്. പക്ഷെ വന്നു കയറിയപ്പോൾ തന്നെ ഒരു സംഘം അങ്ങ് രൂപീകരിച്ചു. അങ്ങനെ മന്നവേന്ദ്രനായിട്ട് അവരുടെ മുൻപിൽ വിളങ്ങുകയാണ്. അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഹുദൂരം മുൻപിൽ എത്തിക്കഴിഞ്ഞ് പിൻപിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൈന്യാധിപൻ മാത്രമേ ഉള്ളൂ, കൂടെ നിന്നവരാരും ഇപ്പോൾ ഇല്ല എന്ന്. അതൊരു വല്ലാത്ത അടിയായിപ്പോയി. കാരണം അക്ബറിന്റെ കൂട്ടത്തിൽ നിന്ന ആൾക്കാരെല്ലാം പുറത്തുപോയി. കഴിഞ്ഞ ദിവസം സാബു വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, കുറെ ആൾക്കാരെ കൂടെ കൂട്ടി എല്ലാ എണ്ണത്തിനെയും കുരുതി കൊടുത്തുവെന്ന്. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. അവരെ വെച്ച് സ്കെച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കി എതിരാളികളുടെ മനസ്സിൽ ഭയങ്കര ഭയവും ആകുലതയും ഒക്കെ ഉണ്ടാക്കിയ ആളായിരുന്നു അക്ബർ. പക്ഷെ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഗ്രൂപ്പുമില്ല, എല്ലാം പൊളിച്ചടുക്കി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്ബർ കുരങ്ങു ചത്ത തെരുവ് സർക്കസുകാരനെ പോലെ ആയിരിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യനിലേക്ക് പോവുകയാണ്. ആര്യൻ അടിപൊളിയാണ്. സുമുഖൻ, സുന്ദരൻ, ആശയഗംഭീരൻ, ധീരോദാത്തൻ, അതിപ്രതാപ ഗുണവാൻ, അങ്ങനെ പല വിശേഷണങ്ങളുമായി ആര്യൻ മുൻപോട്ട് പോവുകയാണ്. ആ പോക്കിനിടയിൽ സൈഡിൽ നിന്നൊരു ഗാനം, കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആര്യൻ ഒന്ന് നിന്നു. ക്ലാക്ലാ ക്ലീക്ലി. സുമേഷ് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന. പിന്നെ കാണുന്നത് മുറ്റത്തെ മൈനയ്ക്ക് പരിപ്പ് കൊടുക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, തുണി അലക്കി കൊടുക്കുന്നു. ഒടുവിൽ എന്തിനിവിടെ വന്നു എന്ന് പോലും മറന്നിട്ട് നിലാവത്തഴിച്ചുവിട്ട കോഴി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. എവിടെ എത്തേണ്ട പയ്യനാണ്, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. പക്ഷെ ഒരു ദിവസം രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനില്ല. ആ സമയത്ത് തുടങ്ങിയ കരച്ചിലാണ്. കരഞ്ഞിപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കുകയാണ്. ഒരു ഏണി തരാം, വേണമെങ്കിൽ അത് ബിഗ് ബോസ് വീടിന്റെ മതിലിൽ ചാരി വെച്ചിട്ട് ചാടി രക്ഷപ്പെട്ടോളാനാണ് ആര്യനോട് പറയുന്നത്. അടുത്തത് സാബുമാൻ. സാബുമാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് പോലും സാബുമാൻ അറിയില്ല. സാബുമാനെ ഒന്ന് കാണാൻ വേണ്ടി പ്രേക്ഷകർ സ്ക്രീനിന്റെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. ഇപ്പൊ വരുമെന്നും പറഞ്ഞ് കാത്തിരുന്ന ആൾക്കാർ പലരും ചത്ത് ചാവടിച്ച് അവരുടെ അസ്ഥിപഞ്ജരം പോലും പൊടിഞ്ഞു തീർന്നിരിക്കുകയാണ്.
എന്നിട്ടും സാബുമാനെ കാണാനില്ല. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് കൂടെ കൊണ്ടുവരണമെന്ന് ഓർത്താണ് വന്നത്. കാരണം സാബുമാൻ എവിടെയാണെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ. ഇപ്പൊ വരും ഒന്നും കണ്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ വരുന്നില്ല. എത്ര നാൾ ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകും? സാബുമാൻ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാം റെഡിയാകലും കഴിയുമ്പോഴേക്കും ഷോ അവസാനിക്കും. അടുത്തത് ലക്ഷ്മിയെ കുറിച്ചാണ്. ലക്ഷ്മി തമ്പുരാട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ആരെയും കണ്ണിന് പിടിക്കുന്നില്ല. തമ്പുരാട്ടിയെ ഇങ്ങോട്ട് എന്തോ ഒരു സംഗതിക്കകത്ത് വാർത്തു വിട്ടിരിക്കുകയാണ്. ആ അച്ഛനകത്തുനിന്ന് തമ്പുരാട്ടി പുറത്തേക്ക് ഇറങ്ങൂല. തമ്പുരാട്ടിയുടെ അകത്ത് ചിലതൊക്കെ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങോട്ട് തികട്ടി വരും. ഇല്ല ലക്ഷ്മി? അതെ, തികട്ടി വരും. അല്ല, ചില സമയത്ത് നിങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ? ലജ്ജ തോന്നുന്നുണ്ട്. വളരെ കൂളായിട്ടാണ് ലക്ഷ്മി പ്രതികരിക്കുന്നത്. അടുത്തത് ബിന്നിയാണ്. ബിന്നിയെ കുറിച്ച് എല്ലാവരും പറയുന്നത് കുത്തിത്തിരിപ്പാണെന്നാണ്. പക്ഷെ ഒരു കുത്തിത്തിരിപ്പുമില്ല. അല്പം ഏഷണിയും അസൂയയും ഒക്കെ ആയിട്ട് ഓടി നടക്കാറുണ്ട്. ഇതിനെയൊക്കെ നിങ്ങൾ കുത്തിത്തിരിപ്പെന്നാണ് പറയുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ഏഷണിയും കുത്തിത്തിരിപ്പും അല്ലാതെ വേറെ രസകരമായ പല ഗെയിമുകളും ഇതിനകത്തുണ്ട്. അതിനൊക്കെ നമ്മുടെ അനുമോള് സന്ധ്യയാവുമ്പോഴേക്കും നമ്മുടെ ആൽമരത്തിന്റെ കീഴിലോട്ട് വരും. പിന്നെ അവിടെ പ്രാർത്ഥനയാണ്. ഏത് ആൽമരമാണെന്ന് അറിയാമോ? നമ്മുടെ പ്ലാച്ചി ആത്മഹത്യ ചെയ്ത അപ്പോഴേക്കും അനുമോള് അതെ, പ്ലാച്ചിമട. ആ പ്ലാച്ചിമടയുടെ കീഴിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ ഒരു പിടുത്തമാണ്. അവിടെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം വരും. ആ മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും എല്ലാം ശേഷം പുറത്തു വന്ന ശാപത്തീയിൽ ഒരു കൂട്ടം ആൾക്കാർ വെന്തുരുകിപ്പോയി. പക്ഷെ ആള് ഭയങ്കര ജെന്യൂനാണ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആണ്. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അത് വിളിച്ചു പറയുകയും ചെയ്യും. കരഞ്ഞ് നിലവിളിച്ച് ഭയങ്കര ബഹളവും ഉണ്ടാക്കും. പക്ഷെ ഈ ശാപം അത് കുറച്ചാൽ കൊള്ളാം. അടുത്തത് നൂറയാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ 944 ജനുവരി 13 സംഭവിച്ച കാര്യം മുതലുള്ളത് മുഴുവനും വലിച്ചവിടെ കൊണ്ടുവരും. ആ സംഭവം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയ സംഗതിയാണ്. അത് അവിടുന്ന് വലിച്ചുകൊണ്ട് ഇവിടെ വരും. ചക്കിക്കൊത്ത ചങ്കരൻ ആദില. നൂറയാകപ്പാടെ പെട്ടുപോവുകയും ചെയ്തു. സഹിച്ചേ പറ്റൂ എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ രണ്ടുപേരും കൂടി ഇവിടെ ഒപ്പിച്ചു വെക്കാത്ത പരിപാടികളൊന്നുമില്ല. പഴയതൊന്നും വിടില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാം എടുത്ത് പോളിഷ് ചെയ്ത് വീണ്ടും ആ ചില്ലലുമാരിക്കകത്ത് സൂക്ഷിച്ചു വെക്കും. പിന്നെയും എടുക്കും. എന്താ കാര്യം? വേറൊന്നുമില്ല പുതുതായിട്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിട്ട് തൊലിയുരിയുന്നില്ലയോ? ചിരിച്ചോണ്ടിരിക്കുകയാണ് സാബുവിന്റെ മുൻപിൽ. അടുത്തത് നെവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നെവിനെ കുറിച്ചൊരു വിചാരമുണ്ട്. വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞ് വെറുതെ വായ്ത്താളം വിട്ട് നടക്കുന്ന ആളാണെന്ന്. അങ്ങനെയൊന്നുമല്ല. നെവിൻ ഭയങ്കര ഗെയിമറാണ്. നെവിൻ അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ഞാൻ ഭയങ്കര ഗെയിമറാണ്, എന്റെ സൂപ്പർ സ്ട്രാറ്റജി ആണെന്നൊക്കെ. നെവിന് വേറൊരു വിചാരമുണ്ട്. ഇവിടുന്ന് ഓടിപ്പോയി ബിഗ് ബോസ് കാല് പിടിച്ച് ഇതിനകത്ത് കയറ്റി കൊണ്ടുവന്നത് കൊണ്ട് ഇനി ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലെന്ന്. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം, പെരുന്നാളിന് അറക്കാൻ നിർത്തിയിരിക്കുന്ന ബലിമൃഗമാണ് നീ എന്നുള്ളത്. അടുത്തത് ഷാനവാസാണ്. ഷാനവാസും പിന്നെ കൂടെ 2-3 പേരുണ്ട്. എല്ലാവരും കൂടി ഇവിടെ 2-3 ആൾക്കാരുടെ ജോലി തന്നെ കളഞ്ഞു. ഈ ജോലിക്ക് വെച്ചിരുന്നത് ഇവന്മാര് വിളിക്കുന്ന ഈ തെറിയുണ്ടല്ലോ, അത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബീപ്പടിക്കാൻ വേണ്ടി നിർത്തിയിരുന്നതാണ്. അവര് ബീപ്പടിച്ച് ഊപ്പാട് വന്നു. ഈ അടുത്ത സമയത്ത് ഷാനവാസ് ഒന്ന് ഒതുങ്ങി. അങ്ങനെ ഒതുങ്ങിയപ്പോഴേക്കും ആ ബീപ്പടിക്കാണ്ടിരുന്ന ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എല്ലാവരെയും പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അടുത്തത് അനീഷാണ്. അനീഷ് വന്നു കയറിയ സമയം മുതൽ ഈ വിക്ടിം കാർഡും ഇറക്കിക്കൊണ്ട് നടക്കുന്ന ആളാണ്. ഞാൻ സാധാരണക്കാരന്റെ പ്രതിനിധിയാണ്, സാധാരണക്കാരനാണ്. ഇത് തന്നെയാണ് അനീഷിന്റെ വായിൽ എപ്പോഴും കേൾക്കാനുള്ളത്. പക്ഷെ അനീഷ് മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ വന്നിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും സാധാരണക്കാർ തന്നെയാണ്. 10 പേരെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ സമൂഹത്തിലെ സാധാരണക്കാരോട് ഭയങ്കര പുച്ഛവും വെറുപ്പും ഒക്കെ ആണെന്നുള്ളൊരു സന്ദേശം അനീഷിന്റെ മനസ്സിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് ഈ പറയുന്ന അനീഷ് സാധാരണക്കാരനല്ല, അയാൾ ഒരു മീഡിയ പേഴ്സൺ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഇത് മനസ്സിലാകാതിരിക്കുന്നതാണോ, ഇതൊരു ഭയങ്കര സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നതാണോ എന്നറിയില്ല. ബാക്കിയുള്ള വ്യക്തികളൊക്കെ വെറും പുല്ലു വില കൊടുത്തിട്ടും ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു രൂപം. ഇത്രയും പറഞ്ഞ് റോസ്റ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. ശരിക്കും സാബുവിന്റെ സംസാരം കേട്ടിട്ടുള്ള ആൾക്കാർക്കറിയാം സാബു ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്. ഇത് വളരെ മിതമായിട്ടുള്ള റോസ്റ്റിംഗ് ആയിരുന്നു വന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് മറുപടി പറയുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വാസ്തവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ ഓരോരുത്തർ ശ്രമിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഞാനിവിടെ സംഘം ചേർത്തെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു സംഘവും ഇവിടെ ചേർത്തിട്ടില്ല. ഓരോരുത്തർ വന്ന് എൻ്റെ സംഘത്തിൽ അങ്ങ് ചേരുകയായിരുന്നു. പിന്നെ ശത്രുക്കൾ മുൻപിൽ വരുന്ന സമയത്ത് അവിടെ വെച്ച് വെട്ടുക എന്നുള്ളതല്ലാതെ ചെറിയ വെട്ടെന്നോ വലിയ വെട്ടെന്നോ ഒന്നുമില്ല. ഓരോരുത്തർ എൻ്റെ കൂടെ വന്ന് ചേരുന്നതാണല്ലാതെ ഞാൻ ഗ്രൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആര്യനാകട്ടെ, ആര്യന്റെ മറുപടി, ഞാൻ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്ത് എനിക്കൊരു ഹണിമൂൺ എന്നുള്ള രീതിയിലാണ് ജിസൈൽ എന്നിലേക്ക് കയറി വരുന്നത്. ആ വാക്ക് കേട്ടപ്പോഴേക്കും അവിടെ കൂട്ടച്ചിരി ഉയർന്നു. അതെ, ഹണിമൂൺ. ആര്യൻ തന്നെ തുറന്നു പറയുകയാണ്. ആ ഹണിമൂൺ ഞാൻ പിന്നെ അങ്ങ് ആസ്വദിക്കാമെന്ന് വെച്ചു. ഒരുപക്ഷെ ഈ വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ 60 ദിവസം ജിസൈൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 60 ദിവസം
ശരിക്കും ഞാൻ ആസ്വദിച്ച് തന്നെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചു. നീ ആടാ മിടുക്കൻ. ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചിട്ടും നീ ജിസൈലിനെയും കൊണ്ട് ഹണിമൂൺ നടത്തി എന്ന് പറയുമ്പോൾ ഈ ഏറ്റുപറച്ചിൽ അതിനുവേണ്ടി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ സമ്മതിക്കണം കേട്ടോ, സമ്മതിച്ചേ പറ്റൂ. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഈ ഗട്ട്സ് ഇല്ല. സാബുമാൻ പറയുന്നു എന്നെ ഇവിടെ കാണാനില്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. നോമിനേഷനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ നോമിനേഷൻ ചെയ്യാറുണ്ട്. ടാസ്ക് വരുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് ഞാൻ ടാസ്കും ചെയ്യാറുണ്ട്. ഈ രണ്ട് സംഭവം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അടുത്തത് ലക്ഷ്മി പറയുകയാണ്, എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിക്കുന്നു, ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് എതിരഭിപ്രായം ഒന്നും തന്നെ ഇല്ല. ഒരു പ്ലാറ്റ്ഫോം വേണം, ഞാൻ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മിയാണ് കൂടെ പറയുന്നത് അനുമോൾക്ക് ടാസ്ക് അറിയില്ല, ഗെയിം അറിയില്ല, എങ്ങനെ കളിക്കണമെന്നറിയില്ല, ഒരു ചുക്കും അറിയാത്ത ആളാണ് അനുമോളെന്ന്. പക്ഷേ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ അനുമോളെ നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ്. ലക്ഷ്മി എന്ന് പറയുന്ന എല്ലാം അറിയാവുന്ന സകലകല വല്ലഭിയായിട്ടുള്ള വ്യക്തിയെ ആൾക്കാർക്ക് കാശിനെട്ടാണ്, പുച്ഛമാണ്. അടുത്തത് ബിന്നിയാണ്. ബിന്നി പറയുന്നത്, ഞാൻ കുത്തിത്തിരിപ്പുകാരി അല്ല എന്ന് നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ പലരും അംഗീകരിക്കില്ല. പിന്നെ അസൂയ, ഏഷണി എന്നൊക്കെ പറയുന്ന കാര്യം, ഇവിടെ ആകെപ്പാടെ ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഇത്രയും ദിവസം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. നിങ്ങളൊരു സീസണിൽ ഇരുന്നതല്ലേ, ആ സമയത്ത് നിങ്ങളുടെയും പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മാതൃകയാക്കുകയായിരുന്നു എന്ന് സാബുവിനിട്ട് അടിക്കുന്നുണ്ട്. അനുമോള് പറയുന്നു, ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ആ പ്രാർത്ഥന കാണുമ്പോൾ ചിലർക്ക് ശാപമായിട്ട് തോന്നാം, പ്രാക്കായിട്ട് തോന്നാം. കാണുന്നവരുടെ കണ്ണിന്റെ ആ പ്രശ്നമാണത്. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ദൈവവിശ്വാസിയാണ് എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. നൂറ പറയുന്നു, ചില സാഹചര്യങ്ങളുടെ ബന്ധത്തിലാണ് ഈ പഴയ കാര്യങ്ങൾ, സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും വലിച്ചുകൊണ്ട് വരേണ്ടി വരുന്നത് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ്. ആദില പറയുന്നു, ചക്കിക്കൊത്ത ചങ്കരൻ. അതൊരു റോസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു കോംപ്ലിമെന്റ് ആയിട്ടാണ് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനത് ഏറ്റെടുക്കുന്നു, നന്ദി. മറ്റുള്ളവരെ പോലെ ആകാൻ എനിക്ക് പറ്റില്ല, ഞാനാകാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. നെവിൻ പറയുകയാണ്, പെരുന്നാളിന് ഇറക്കാൻ വെച്ചിരിക്കുന്ന ബലിമൃഗം ആര്? ഞാൻ. എന്താണ് പെരുന്നാൾ? പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെ. ആ ഗ്രാൻഡ് ഫിനാലയിലെ ബലിമൃഗം ആര്? അത് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാതെ പറയുകയാണ്, ഇവിടുത്തെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയത്ത് അവിടുത്തെ ബലിമൃഗമായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന്. എന്ന് വെച്ചാൽ 100 ദിവസവും ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഒരർഹതയുമില്ല, നിങ്ങളെ പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. ഷാനവാസ് പറയുന്നു, ഈ ബീപ്പ് ശബ്ദം ഇടുന്നു എന്ന് പറഞ്ഞ കാര്യം അത് നിങ്ങൾക്ക് തെറ്റിയതാണ്, എന്നെക്കുറിച്ചല്ല. ഞാനിവിടെ തെറി പറഞ്ഞിട്ടില്ല. ഞാൻ തെറി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് ഒരിക്കലും അത് തെറിയല്ല. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് എന്നെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അത് നിന്റെ വീട്ടിലിരിക്കുന്ന ആളിനെ പോയി പറ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ചീത്ത ഞാൻ വിളിച്ചിട്ടില്ല. ചീത്തയൊക്കെ വേറെ പല ആൾക്കാരുമാണ് വിളിച്ചിട്ടുള്ളത്. അവസാനമായി അനീഷിലേക്ക് വരികയാണ്. അനീഷ് അപ്പോൾ പറയുന്നത്, ഞാൻ വിക്ടിം കാർഡ് കളിക്കുന്നു എന്നല്ലേ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഏതവന്റെയും മുഖത്ത് നോക്കി ഞാൻ പറയും. എനിക്കിപ്പോൾ ചേട്ടനോട് സംസാരിക്കാനുണ്ടെങ്കിൽ ചേട്ടന്റെ നെഞ്ചത്ത് ഞാൻ നിറയൊഴിക്കും. ഇത് പറഞ്ഞുകൊണ്ട് സാബുവിന് നേരെ കലിപ്പോടുകൂടി ആ വിരലൊക്കെ ചൂണ്ടിപ്പിടിച്ച് കടിച്ചാ പൊട്ടാത്ത വാക്കിലാണ് അനീഷ് അങ്ങോട്ട് സംസാരിക്കുന്നത്. സാബു ഇതെല്ലാം കണ്ടുകൊണ്ട് ചിരിച്ചിരിക്കുകയാണ്. അയാൾക്ക് ഒന്നും മറുപടി പറയാനില്ല. അല്ല, അയാൾ ഇങ്ങനെയുള്ള കാര്യത്തിലും പോയി ഞാലുകയല്ല, അയാൾ ഇതൊക്കെ ആസ്വദിക്കുകയാണ്. പക്ഷേ ഈ റോസ്റ്റിംഗ് ടാസ്ക് കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ സാബു അനീഷിനോട് പറയുന്നുണ്ട്, എടാ അനീഷ, ഇങ്ങനെയൊന്നും ആകരുതടാ. നീ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ എനിക്ക് മറുപടി പറയാൻ തുടങ്ങുന്ന സമയത്ത് നീ ഭയങ്കര കലിപ്പോടെ എൻ്റെ നെഞ്ചിന് നേരെ വിരലങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് ഞാൻ ഇപ്പോൾ നിറയൊഴിച്ചു കളയും എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ ഡ്രമാറ്റിക്. ഇതൊരു ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. ഇത് ജെന്യൂനായിട്ട് ഫീൽ ചെയ്യില്ല. നീ സാധാരണ സംസാരിക്കുന്നത് പോലെ അങ്ങ് സംസാരിച്ചാൽ മതി. അതിന്റെ ബ്യൂട്ടി അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ നീ ഇങ്ങനെ ഈ വിജൃംഭിച്ചു വിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കുമ്പോഴേ അതിനകത്തൊരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡ്രാമ എന്ന് പറഞ്ഞത്. പിന്നെ നീ എൻ്റെ ചങ്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. നിന്റെ മനസ്സിൽ തോന്നുന്നു ഞാനിത് കാണുമ്പോഴേക്കും ട്രിഗർ ആകുമെന്നാണ്. അങ്ങനെയൊന്നും ട്രിഗർ ആകുന്ന ആളല്ല. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ള മറുപടി ഇത് നാടകമാണെന്നാണ്. ഉടനെ അനീഷ്, ഞാൻ ഇങ്ങനെയാണ്. അടുത്തതായി കാണുന്നത് സാബു സ്മോക്ക് റൂമിൽ പോയിട്ട് ബിഗ് ബോസിനോട് പറയുകയാണ്, ബിഗ് ബോസ് സോറി, ആകെപ്പാടെ ഇവിടെ എല്ലാം മരണ ഭയത്തിലാണ്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം റോസ്റ്റ് ചെയ്യാതിരുന്നതാണ്. അതെ, അതാണ് കറക്റ്റ്. അയാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ വലിച്ചു കീറി തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. ആ ടൈപ്പാണ് സാബു. പക്ഷെ എന്തുകൊണ്ടാണ് നല്ല ഒന്നാന്തരം ഒരു റോസ്റ്റിങ്ങിനുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിട്ട് മിണ്ടാതിരുന്നത്? അതാണ് ഇപ്പോൾ താൻ പറയുന്നത്. തുടർന്ന് അക്ബറും ആര്യനും തമ്മിലുള്ള ഒരു സംസാരം കാണുന്നുണ്ട്. അവിടെ ഈ റോസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അയാൾ എന്നോട് സംസാരിച്ച സമയത്ത് ഈ വാക്കുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം മറുപടി പറയാനിരിക്കുന്നതാണ്. നിങ്ങളുടെ സീസണിൽ നിങ്ങൾ മറ്റൊരു മത്സരാർത്ഥിയുടെ കഴുത്തിന് കയറി കൂത്തിപ്പിടിച്ച് ഫിസിക്കൽ അസോൾട്ട് നടത്തിയ കാര്യത്തെക്കുറിച്ച്.
അത് ഞാൻ പിന്നെ പറയാതിരുന്നത്, പുള്ളി റോസ്റ്റിംഗ് കുറച്ചു, അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങോട്ട് പറയുന്നത് കുറച്ചേക്കാമെന്ന് ഞാനും കരുതിയതാണെന്ന്. തുടർന്ന് കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച, സാബുവിന് വീട്ടിൽ നിന്നും മടങ്ങിപ്പോകുവാൻ സമയമായിരിക്കുന്നു. പെട്ടിയൊക്കെ പായ്ക്ക് ചെയ്ത് വെച്ചതിന് ശേഷം സ്ഥലം വിടാം എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതാണ്. നല്ലൊരു യാത്രയപ്പൊക്കെ കൊടുത്ത് സാബുവിനെ അങ്ങനെ പുറത്തേക്ക് അവർ അയക്കുന്നുണ്ട്. നല്ല മോട്ടിവേഷൻ ആയിരുന്നു എന്നൊക്കെ സാബുവിനോട് അവർ പറയുന്നുമുണ്ട്. തുടർന്ന് മൈജിയുടെ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു. 2 ഗ്രൂപ്പായി തിരിഞ്ഞു നിന്നുകൊണ്ടുള്ള മനോഹരമായൊരു ടാസ്ക് ഗംഭീരമായി പൂർത്തിയാക്കി. ആ ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ ദേ വരുന്നു അടുത്തൊരു ടാസ്ക്. അത് വളരെ ഫണ്ണായിട്ട് ചെയ്യുന്നതായിരുന്നു. ആ ടാസ്കിന്റെ പ്രത്യേകത, 3 പെഡസ്റ്റലുകളുണ്ട്. 3 പെഡസ്റ്റലുകളിലും 3 ബൗളുകൾ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിരിക്കുന്ന പെഡസ്റ്റലിൽ നിറച്ച് ഗോതമ്പ് പൊടിയാണെന്ന് തോന്നുന്നു. അത് നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന, ഇച്ചിരി അകലത്തിലാണ് ഇരിക്കുന്നത്, അപ്പുറവും ഇപ്പുറവും 2 പെഡസ്റ്റലുകളുണ്ട്. അതിന്റെ മുകളിലും 2 ബൗളുകൾ വീതം വെച്ചിട്ടുണ്ട്. അത് കാലിയാണ്. ഇവർ ചെയ്യേണ്ടത്, വായിൽ കടിച്ചു പിടിക്കുന്ന പേപ്പർ കാർഡുണ്ട്. ആ ചെറിയ കാർഡ് വെച്ച് സ്പൂണിനകത്ത് നമ്മൾ കോരിയെടുക്കുന്നത് പോലെ ഗോതമ്പ് പൊടി ഇതിനകത്ത് കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കാർഡിലേക്ക്, അയാളും ആ കാർഡ് കടിച്ചാണ് പിടിച്ചിരിക്കുന്നത്, ആ കാർഡിലേക്ക് ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അത് അടുത്ത ആളുടെ കാർഡിലേക്ക് വെക്കണം. തുടർന്ന് ഏറ്റവും അറ്റത്ത് നിൽക്കുന്നയാൾ കാലിയായിരിക്കുന്ന ഈ ബൗളിനുള്ളിലേക്ക് തനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഗോതമ്പ് പൊടി കുടഞ്ഞിടണം. അങ്ങനെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ അവസാനം ഏത് ബൗളിനകത്താണോ കൂടുതൽ ഗോതമ്പ് പൊടി ഉള്ളത് അവർ ജയിക്കും. ആ ടാസ്ക് ഭയങ്കര രസകരമായിരുന്നു. അനുമോളും ടീമും ഭയങ്കര ഫണ്ണാക്കി ആ സംഭവം ചെയ്തു. അതായത് ഈ ടാസ്ക് ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തമാശ കൊണ്ട് നിറയ്ക്കുവാൻ ശ്രമിച്ചു. വായിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഈ കാർഡ് കൊണ്ട് ഗോതമ്പ് പൊടി കോരിയെടുക്കുന്നു. അടുത്ത വ്യക്തി കടിച്ചു പിടിച്ചിരിക്കുന്ന കാർഡിലേക്ക് ഇത് കൊണ്ടുവന്ന് ഇടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ കൂട്ടത്തിൽ കുറച്ച് ഊതി അവരുടെ മുഖത്തോട്ട് വിട്ടുകൊടുക്കുന്നു. അവസാനം വരുമ്പോഴേക്കും ഒരു കോലമായി മാറി. അനുമോളൊക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ആ സംഭവം ചെയ്തത്. എന്തായാലും ഇവർ കോമഡി കാണിച്ചു. മറ്റേ ടീം വളരെ സീരിയസ് ആയിട്ടായിരുന്നു ചെയ്തത്. അവർ ഈ ടാസ്കിൽ ജയിക്കുകയും ചെയ്തു. അവസാനമായി കാണുന്നത് പാതിരാത്രിയിലെ ഒരു കാഴ്ചയാണ്. കഴിച്ച പ്ലേറ്റ് ആരോ കഴുകി വെക്കാതെ സിങ്കിന്റെ അടുത്ത് കൊണ്ട് തട്ടിയിട്ട് പോയി. ഓരോ ആൾക്കാരുടെയും പുറകിൽ നടന്ന് ചോദിക്കുന്നുണ്ട് ആരാണത് കഴുകാതെ വെച്ചിട്ട് പോയെന്ന്. ആരും അത് അംഗീകരിക്കുന്നില്ല, ആരും ഏറ്റെടുക്കുന്നില്ല. അവസാനം അക്ബർ അവിടെ ഒരു ഗെയിം കളിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നെവിനെ ഇളക്കി വിടുന്നുണ്ട്. ഇപ്പൊ തന്നെ പോകണം, നിങ്ങൾ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനല്ലേ, നിങ്ങൾ പോയി അത് കഴുകി വെക്കണം. അങ്ങനെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നെവിനെ പറഞ്ഞു വിടുന്നു. നെവിൻ അവിടെ ചെല്ലുമ്പോഴേക്കും അനീഷ് കയ്യോടെ പൊക്കുന്നുണ്ട്. ഇവിടെ കൂടുതൽ നാടകമൊന്നും കളിക്കാൻ വേണ്ടി വരണ്ട, ഈ വരവ് കാണുമ്പോഴേ അറിയാം ഇത് പാത്രം കഴുകാൻ വേണ്ടിയുള്ള വരവല്ല, ഇതിന്റെ പിൻപിൽ വേറെ ഉദ്ദേശമുണ്ടെന്ന്. പോയി പണി നോക്ക്, വണ്ടി വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് നെവിനെ മടക്കി അയക്കാൻ തുടങ്ങുന്ന കാഴ്ച കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കള്ളനെ പിടിച്ചു. നെവിൻ തന്നെയായിരുന്നു കള്ളൻ. ടാസ്ക് വന്നപ്പോഴേക്കും കഴിച്ച പാത്രം അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോയതാണെന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട്. അപ്പോഴാണ് അക്ബർ പെട്ടുവെന്ന് അക്ബറിന് മനസ്സിലാകുന്നത്. ഒരു നല്ല വഴക്കുണ്ടാക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കി നെവിനെ തന്നെയായിരുന്നു ഇദ്ദേഹം പറഞ്ഞു വിട്ടത്. അക്ബറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ ആര്യൻ പറയുകയാണ്, എന്തൊരു കള്ളനായവൻ, പെരും കള്ളനാണല്ലോ. അപ്പോൾ ഈ കലാപരിപാടികളോടുകൂടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.